ഇനി വാട്ടർ ലില്ലി വിരിഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട് കോട്ടയം മലരിക്കൽ വരെ പോണമെന്നില്ല കേട്ടോ. കാരണം കൂറ്റനാട് വട്ടേനാട് ഉണ്ട് ഒരു മലരിക്കൽ. ദേ ഈ കാണുന്നതാണ്. ഞാൻ പലപ്പോഴായിട്ട് പറയാറില്ലേ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. ആ സർപ്രൈസാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ റീൽസും ഷോർട്സും ഒക്കെ എടുക്കണവരുണ്ടെങ്കിൽ വേഗം പോരേട്ടാ. ദേ നമ്മുടെ മലരിക്കലിലേക്ക്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ കൺമുമ്പിൽ ഇത്രയും മനോഹരമായ സ്ഥലം ഉണ്ടായിട്ടും കാണാത്തവരും ഉണ്ട്. അങ്ങനെയുള്ള എത്ര കണ്ടാലും മതി വരാത്ത ആ കാഴ്ചകളിലേക്ക് പോയാലോ? ഹായ്, അമല സ്വാതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഞാൻ നല്ല മഴക്കാലം കഴിയട്ടെ എന്നിട്ട് ഒരു കാഴ്ച കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ഇത്തിരി ടൈം എടുത്തു. വേറെ ഒന്നുമല്ല, പുറത്തേക്ക് അതായത് ഇപ്പം ഈ നടക്കുന്ന കണ്ടത്തിൽ ഫുള്ള് വെള്ളമായിരുന്നു. നടക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് അതൊന്ന് പറ്റി കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വെയിറ്റ് ചെയ്തത്. പിന്നെ മഴയല്ലേ, നല്ല കാടും മൊന്തയൊക്കെ പിടിച്ച് നിൽക്കായിരുന്നു. അതുകൊണ്ട് തന്നെ കിടക്കാനും പറ്റില്ല. അതേ നിറയെ മീനുകളുണ്ട് കേട്ടോ. ചെറിയ ചെറിയ മീനുകളാണ്. നല്ല തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ അടിയിൽ ഫുള്ള് ഓരാണ്. വേറൊന്നുമല്ല, ഇതാണ് ഞാൻ പറഞ്ഞ ആ പ്രത്യേകത. ഈ കണ്ടത്തിലൂടെയാണ് നമ്മളുടെ പുളിയമ്പറ്റ കായൽ ഒഴുകുന്നത്. അതുകൊണ്ട് ആ കായലിന്റെ വെള്ളത്തിന്റെ ചളിയും ഫുള്ളും ഉണ്ട് കേട്ടോ. ആ കണ്ടത്തില് കറുത്ത വെള്ളം. നമ്മൾ കായലിലെ വെള്ളത്തിന് എന്താ കളർ ഉണ്ടാവുക? കല്ലുമ്മക്കായും കക്കയൊക്കെ എടുക്കുമ്പോൾ നിറയെ കറുത്ത ചളിയല്ലേ വരുന്നത്. അതേപോലെ തന്നെ ഈ വെള്ളത്തിന്റെ കളറ് കറുത്ത കളറാട്ടോ. പിന്നെ ഈ കാണുന്നത് ഫുള്ളും വാട്ടർ ലില്ലിയാണ്. ഇതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ വീഡിയോ. കണ്ടോ വാട്ടർ ലില്ലി വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടോ? ഇത് നമ്മുടെ ശരിക്കും കോട്ടയം മലരിക്കലിനെ പോലെ തന്നെ അവിടെ റെഡ് കളറാണ് വാട്ടർ ലില്ലി വിരിഞ്ഞു നിൽക്കണമെങ്കിൽ ഇവിടെ വൈറ്റ് കളറുണ്ട്, ലൈറ്റ് പിങ്ക് ഉണ്ട്, പർപ്പിൾ കളർ ഉണ്ട്. കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇത്. കരിമ്പന്തോട്ടത്തിൽ ആന കയറിയ പോലെ ഞാനും അനുവും വെള്ളത്തിൽ ഇറങ്ങി മതിച്ചു. അതായത് നിറയെ വാട്ടർ ലില്ലി ആണല്ലോ വിരിഞ്ഞു നിൽക്കുന്നത്. കണ്ടിട്ട് കണ്ണ് തള്ളിയിട്ട് എത്ര പൊട്ടിച്ചാലും അല്ലെങ്കിൽ എത്ര കണ്ടാലും കൊതി തീരാത്ത ആ കാഴ്ചകൾ വീണ്ടും വീണ്ടും ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാനും അനുവും കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പേട്ടൻ ചോദിക്കുന്നുണ്ട് എവിടേക്കാ ഇങ്ങനെ പോകുന്നതെന്ന്. പക്ഷെ പേടിക്കൊന്നും വേണ്ട കേട്ടോ, പേടിക്കാനൊന്നുമില്ല. കാരണം കണങ്കാലിന്റെ തൊട്ട് മുകളിൽ വരെ വെള്ളമുള്ളൂ. പിന്നെ ചില ഭാഗത്ത് ചളി കൂടുതലാവുമ്പോൾ കാലിന് ഇത്തിരി താഴ്ന്നു പോകുന്നു. അതുകൊണ്ടാണ് ഇത്ര വെള്ളം തോന്നുന്നത്. ബാക്കിയുള്ളവിടൊന്നും അത്ര വെള്ളമില്ല. നീങ്ങി പോകും തോറും വെള്ളം കുറവാണ് വരുന്നത്. ഇവിടെ ധാരാളം ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അമ്പല് പൊട്ടിക്കാനും താമരയുണ്ട് കേട്ടോ അപ്പുറത്ത്. താമര പൊട്ടിക്കാൻ ഇത്തിരി ദൂരമുണ്ട്. അത് കാരണം ഞങ്ങൾ താമര പൊട്ടിക്കാൻ പോകുന്നില്ല. അച്ഛനും അമ്മയും മക്കളും ഒക്കെ കൂടെ വന്നിട്ട് ഇതേപോലെ കണ്ടത്തിലിറങ്ങി നിറയെ ആമ്പല് അതായത് വാട്ടർ ലില്ലി പൊട്ടിച്ചിട്ടാണ് പോകുന്നത്. ശരിക്കും എന്താ പറയുക, കോട്ടയം മലരിക്കൽ പോലെ തന്നെ നല്ലൊരു ഭംഗിയാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ വേണ്ടാത്ത അതായത് കാട്ടുപുല്ലുകൾ ഫുള്ളും ആ കണ്ടത്തിൽ നിൽക്കുന്ന കാരണം നമ്മളുടെ ഈ വാട്ടർ ലില്ലിയുടെ ഭംഗി നമുക്ക് ശരിക്കും എടുത്ത് വീഡിയോയിലൊന്നും കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് കാണുമ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഈ വീഡിയോയിൽ എടുക്കുമ്പോൾ ഫുള്ള് പുല്ലാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എത്ര സൂം ചെയ്താലും അങ്ങനെ അങ്ങോട്ട് ആ ഒരു ഭംഗി, ആ നേരിട്ട് കാണുന്ന ആ മനോഹാരിത നമുക്ക് വീഡിയോയിൽ കിട്ടുന്നില്ല. ആ പുല്ലുകളൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു തോണിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആഹാ കലക്കി. പിന്നെ നമുക്ക് ഷോർട്ട് വീഡിയോക്കാർക്കോ മൂവിക്കാർക്കോ അല്ലെങ്കിൽ റീൽസ് എടുക്കുന്നവർക്കോ സുഖമായിട്ട് വന്നിട്ട് എടുത്തിട്ട് പോവാം. ഇപ്പോഴും റീൽസിന് എടുക്കണതിന് ഒരു കുറവില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത്രയും ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഫോണിലൊക്കെ കാരണം കേട്ടോ ആ മനോഹാരിത ശരിക്കും കിട്ടാത്തത്. ഒരു ക്യാമറ ഒക്കെ ഉള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ സുഖമായിട്ട് വന്നിട്ട് ഷോർട്ട് ഫിലിമും ഷോർട്ട് റീലൊക്കെ എടുത്തിട്ട് പോവാം. അത്ര ഭംഗിയുണ്ട് കാണാനായിട്ട്. ഏട്ടൻ വാ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ആ വെള്ളത്തിലിറങ്ങി നിൽക്കുക തന്നെ. എത്ര പൂ പൊട്ടിച്ചിട്ടും മതിയാവണില്ല. ഒരാളവിടെ പൂവും പൊട്ടിക്കുന്നുണ്ട്, പൂന്തക്കടയും പൊട്ടിക്കുന്നുണ്ട്. പൂന്തക്കട എന്താണെന്നറിയോ? ഈ വാട്ടർ ലില്ലിയും അത് മുട്ടും ഒക്കെ മുകളിലേക്ക് വരും. പക്ഷെ പൂന്തക്കട മാത്രം അടിയിൽ താഴ്ന്നേ കിടക്കുന്നുള്ളൂ, ആ വേരിന്റെ അവിടെയായിട്ട്. അപ്പൊ നമ്മൾ കൈയിട്ട് ഇങ്ങനെ എടുക്കണം. അപ്പൊ അതിന്റെ ഉള്ളില് ഒരു വിത്ത് പോലെ നിൽക്കുന്നുണ്ടാവും. അത് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു തരി തരി പോലെയുള്ള സംഭവം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഫസ്റ്റ് ടൈം കഴിക്കുന്നവർക്കൊന്നും ഇഷ്ടപ്പെടില്ല. എന്തൊരു ഭംഗിയല്ലേ അടുത്തുനിന്ന് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ദേ വലിയ വാട്ടർ ലില്ലി ദേ രണ്ടെണ്ണം നിൽക്കണ്ടായിരുന്നു. ഇത് എന്തിനാ പൊട്ടിച്ചിട്ട് പോകണ, പൂ കേട് വരുത്തണെന്ന് ചോദിക്കുന്നുണ്ട് ഒരാൾ. പക്ഷെ എനിക്ക് കണ്ടിട്ട് എന്താ പറയാ, എത്ര പൊട്ടിച്ചാലും മതിയാവില്ല. എന്ന് വെച്ചാൽ ഒന്നോ രണ്ടെണ്ണമൊക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് ആ പൂ ഭംഗിക്ക് അവിടെ നിന്നോട്ടെ വിചാരിക്കും. പക്ഷെ ഇഷ്ടം പോലെ അല്ലേ. അതായത് നമുക്ക് ഒരുപാട് സ്ഥലമുണ്ട്. ഇത് കണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി വലിപ്പമുള്ള കണ്ടാണ്. അപ്പൊ ഇവിടെയൊന്നും ഈ ടൈമിന് ശരിക്കും പറഞ്ഞാൽ വിത്തിറക്കി കൊയ്ത്ത് നടക്കേണ്ട സമയമാണ്. പക്ഷെ ഈ കായൽ ഇത് കൂടെ ഒഴുകുന്ന കാരണം ഇതിൽ വിത്തിറക്കാൻ പറ്റില്ല. കാരണം വെള്ളം അങ്ങനെ നിൽക്കല്ലേ. ഇതിലാണ്, അതുകൊണ്ട് തന്നെയാണ് അവിടെ ആമ്പല് ഇത്രയും വിരിഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി സ്ഥലമുണ്ട് ശരിക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോട്ടയം മലരിക്കലിനെ പോലെയെന്ന്. അതായത് അത്രയും വിസ്തൃതിയുള്ള അല്ലെങ്കിൽ വിസ്താരമുള്ള ഒരു സ്ഥലം തന്നെയാണ്, ഒരു കണ്ടം തന്നെയാണ് അത്.
അത്രയും വിസ്താരമുള്ള ആ കണ്ടത്തിലാണ് ഇത്രയും ആമ്പലുകൾ വിരിഞ്ഞു നിൽക്കുന്നത്. കണ്ണെത്താ ദൂരം എന്നൊക്കെ പറയില്ലേ, അത്രയും ദൂരത്തിൽ വാട്ടർ ലില്ലി നിറയെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്യാമറയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ശരിക്കും ഷൂട്ട് ചെയ്തിട്ട് പോകാം, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഷോർട്ട് ഫിലിം, ഷോർട്ട് റീലുകളൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഈ സ്ഥലം അറിയുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. കൂറ്റനാട് വട്ടേനാടാണ് സ്പോട്ട്. അപ്പം നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് റീൽസ് എടുക്കുന്നവർക്ക് സുഖമായിട്ട് വന്ന് എടുക്കാം. അതേപോലെ ഫിലിം എടുക്കുന്നവർക്കും എടുക്കാം. അത്രയും ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മളെ പോലെ ചെറിയൊരു ഫോണ് കൊണ്ടുപോയി എടുക്കുമ്പോൾ അതിൻ്റെ ഭംഗി നന്നായി നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു ക്യാമറ ആയിട്ട് പോകുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഒരു ഐഫോണൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഭംഗിയുള്ള നല്ല മനോഹരമായ ചിത്രങ്ങൾ ഒത്തിരി പകർത്താൻ പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ, ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും പോരാട്ടോ. അപ്പോൾ എല്ലാവർക്കും കൂറ്റനാട് വട്ടയനാടേക്ക് സ്വാഗതം. അപ്പോൾ ദേ അതിനും അതിൻ്റെ ഇടയിൽ ദേ ഉടുപ്പ് കൊണ്ട് മീനെ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ചണ്ടിയും ആ ഓരും ഒക്കെ കൂടെ പോന്നിട്ട് മീനൊന്നും കാണുന്നില്ല. അപ്പോൾ മോൻ അതിനെടുത്തിട്ട് കയ്യിലൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. ദേ കണ്ടോ, പൊടി പൊടി മീനുകൾ അതിൽ അങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. നിറയെ മീനുകളുണ്ട്. അപ്പോൾ ദേ ഞങ്ങൾ പോവാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്, പക്ഷേ പൂ പൊട്ടിക്കുന്ന നേരത്ത് ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. കണ്ടോ, പർപ്പിൾ കളർ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ലൈറ്റ് റോസ് അങ്ങോട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് നീങ്ങി നിന്നിട്ട് കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ ഏട്ടൻ പോണ്ടാന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുക, വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട്. ആൾക്ക് വെയിൽ കൊണ്ട് മതിയായി, പക്ഷെ ഞങ്ങൾക്ക് മതിയായിട്ടില്ല. ഇതാ കാണുന്ന തെങ്ങിൻ്റെ അതിർത്തി വരെ, അതായത് സി സി ബ്ലോക്ക് പോലെയാണ് ഈ കണ്ടം കിടക്കുന്നത്. അപ്പോൾ അത്രയും ലെങ്ത്തിൽ ഫുള്ളും കണ്ടാണ്, ആ കണ്ടത്തിൽ ഫുള്ളും ആണ് ഈ വാട്ടർ ലില്ലി വിരിഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്രയും വിസ്താരമുള്ള ഒരു കണ്ടാണ് അത്. അവിടെ നിന്ന് അത് ആ കാണുന്ന ദൂരത്തു നിന്നാണ് ഒഴുകി വരുന്നത്. അപ്പോൾ അത് ഫോണിൽ എത്ര സൂം ചെയ്താലും എന്താ പറയുക, എത്തുന്നില്ല, വ്യൂ കിട്ടുന്നില്ല, അത്രയും ലെങ്ത് ഉണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും മനോഹരമായ സ്ഥലം നമ്മളെ തൊട്ടടുത്തുണ്ടായിട്ട് എന്താ പറയുക, ഒത്തിരി പേര് അറിയാത്തവരുണ്ട്. അപ്പം അവർക്കും കൂടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അതേപോലെ നമ്മൾ കോട്ടയത്തേക്ക് ഇത്രയും ദൂരം മലരിക്കൽ കാണാൻ ഒത്തിരി പേര് പോകുന്നുണ്ട്. ജസ്റ്റ് നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള മലരിക്കലാണ് ഇത്. ഇതൊരു കോട്ടയം മലരിക്കൽ പോലെ തന്നെ കൂറ്റനാട് വട്ടേനാട് മലരിക്കൽ കാണാവുന്നതാണ്. എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ, ആ ആകാശവും ആ കണ്ടവും വാട്ടർ ലില്ലിയൊക്കെ വിരിഞ്ഞു നിൽക്കുന്നതാണ്. എന്താ പറയുക, കവികൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ കവിത ഇപ്പം വരും കേട്ടോ. പക്ഷെ എനിക്ക് വരില്ല, കാരണം ഞാൻ കവിയല്ല. അപ്പം ദേ നല്ല മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ എഴുതാനും കവിത എഴുതാനും ഒക്കെ പറ്റിയ ഒരു കാമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ്. അത് മാത്രമല്ല നല്ല മനോഹരമായ കാഴ്ചകളും. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾക്ക് എത്ര ഇരുന്നിട്ടും മതിയാവുന്നില്ല കേട്ടോ ഈ ഒരു കാഴ്ചകൾ കണ്ടിട്ട്. അപ്പോൾ ദിവസം വന്ന് കുറച്ച് നേരം ഇരിക്കാം എന്നിങ്ങനെ എന്താ പറയുക, കൊതി പൂണ്ട് പോവുകയാണ് ഈ കാഴ്ചകൾ കണ്ടിട്ട്. അപ്പോൾ ഇതൊരു കുളമാണ് കേട്ടോ. ആ കുളത്തിൻ്റെ സെൻറ്ററിൽ കണ്ട ഒരു പൂ വിരിഞ്ഞ് നിൽക്കുന്നത്. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലെയുള്ള കാഴ്ചകളും അതേപോലെ ഈ വാട്ടർ ലില്ലി വിരിഞ്ഞ് നിൽക്കുന്ന ഇത്ര മനോഹരമായ കായലുകളും ഒക്കെ നിങ്ങളുടെ ഭാഗത്തും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ഇനി കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് താമരക്കുളവും ഉണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ ഒന്ന് സൂമാക്കി കാണിച്ചു തരാം, എത്രത്തോണ്ട് ദൂരം നിങ്ങൾക്ക് ഫോണിലൂടെ കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, അത് അങ്ങ് ദൂരം വരെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഫോണിൽ നമുക്ക് കാണുന്നതിനൊരു പരിധി ഉണ്ടല്ലോ, എത്ര സൂമാക്കിയാലും. പിന്നെ ഒരുപാട് സൂമാക്കി കഴിഞ്ഞാൽ വൈബ്രേറ്റ് ചെയ്താൽ കാണാനും പറ്റില്ല. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ക്യാമറ ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് പകർത്തി കൊണ്ടുപോകാം, നല്ല ഭംഗിയാണ് കാണാൻ. അതുകൊണ്ടാണ് നമ്മൾ ആ നേരിട്ട് കാണുന്ന ആ ഒരു ഭംഗി അല്ലെങ്കിൽ സൗരഭ്യം നമുക്ക് ഫോണിലൂടെ കാണാൻ അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അല്ലേ. ഇത് ആര്യമോള് അനുവിൻ്റെ റിലേറ്റീവാണ് കേട്ടോ. അപ്പോൾ വാട്ടർ ലില്ലി ഇവിടെ പൊട്ടിച്ചു കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു സെക്ഷൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ പൊട്ടിച്ചതടക്കം. ഇവര് വാട്ടർ ലില്ലി മാത്രമല്ല കേട്ടോ പൊട്ടിച്ചത്, അതിനോടൊപ്പം പൂന്തക്കട പൊട്ടിച്ച് പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ടുപേരും. അപ്പോൾ എന്താണ് പൂന്തക്കട എന്ന് ഒത്തിരി പേർക്ക് അറിയുന്നുണ്ടാവും. ഈ വാട്ടർ ലില്ലി പൊട്ടിക്കുന്ന, അതായത് കണ്ടവും ഇതൊക്കെ അറിയാവുന്നവർക്ക് അറിയുന്നുണ്ടാവും, അറിയാത്തവർക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യാണ്. ഇതാണ് പൂന്തക്കട. ഇതിങ്ങനെ കഴിച്ചാണ് നമുക്കത് ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. അതായത് എന്നെ പോലെ വൺ ടൈം ഒന്നും കഴിച്ചാലൊന്നും നമുക്ക് ടേസ്റ്റ് തോന്നില്ല. ഒരു 2-3 ഇങ്ങനെ കഴിച്ച് നോക്കുമ്പോൾ ബാക്കിയൊരു എന്തോ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ എന്തോ ഒരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് അങ്ങനെയൊക്കെ തോന്നും എന്നാണ് പാനു എന്നോട് പറഞ്ഞത്. അപ്പോൾ മറ്റാൾ അത് ടെസ്റ്റ് ചെയ്യാണ്. എനിക്ക് ആ ഫീലില്ലാന്ന്. ഇതാണ് പൂന്തക്കട, കണ്ടോ. ഇതേപോലെ ബാക്കിൽ ഇങ്ങനെ ആ മുട്ടിൻ്റെ കടയുടെ അവിടെ ബൾജ് ചെയ്ത് നിൽക്കും, അതിൻ്റെ ഉള്ളിൽ ഫുള്ള് തരിതരിയാണ്. അപ്പോൾ അത് കുറച്ച് നേരമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് വരും കേട്ടോ.
അപ്പോൾ ഞങ്ങളിതേ കുറേ പൂന്തക്കട പോക്കറ്റിൽ പൊട്ടിച്ചിട്ടുണ്ട്. കാരണം ഇത് കുട്ടികൾക്ക് മുതിർന്നവരൊക്കെ പൊട്ടിച്ചു കൊണ്ടുപോകുന്നത് കാണാം. അതായത് പ്രായമുള്ളവർ കണ്ടത്തിൽ എന്തായാലും പണിക്കും ഇതിനൊക്കെ ആയിട്ട് വരുമല്ലോ. അപ്പോൾ എന്തൊരു ഭംഗിയല്ലേ കാണാൻ, ഒന്നിച്ച് കാണാനായിട്ട്. അപ്പോൾ പ്രായമായവർ കുട്ടികൾക്കായിട്ട് ഒരു കവർ കൊണ്ടുവന്ന് പൊട്ടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. നമ്മുടെ താമരയുടെ വിത്ത് കഴിക്കില്ലേ, അതേപോലെ തന്നെ ഈ വാട്ടർ ലില്ലിയുടെ വിത്താണത് പൂന്തക്കട എന്ന് പറയുന്നത്. അപ്പോൾ അതും നല്ലതാണ്. അപ്പോൾ ദേ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇവിടെ താമരക്കുളത്തേക്ക് പോവാനായിട്ട് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നടക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ കണ്ടം കടന്നിട്ട് അതിൻ്റെ അപ്പുറത്തൊരു കനാലുണ്ട്. അതിന് പാലമുണ്ട്. പക്ഷെ പാലം കടന്നിട്ട് ഇത്രയും ദൂരം വീണ്ടും കണ്ടം കടന്നിട്ട് വേണം താമരക്കുളം എത്താനായിട്ട്. അപ്പോൾ ദേ ഒരു കുളം നോക്കിയേ, നല്ല ഭംഗിയില്ലേ ആ വെള്ളം കാണാനായിട്ട്. വെള്ളത്തിൻ്റെ കളർ കണ്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ താമരക്കുളത്തിൽ എത്താനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ കണ്ടത്തിലെ വരമ്പുകളൊക്കെ ഇടിഞ്ഞു ഈ കായൽ വെള്ളം നിന്നിട്ടേ. അപ്പോൾ എല്ലാവരും പോണവരൊക്കെ പോകുന്നുണ്ട്. അത് ഈ വെള്ളത്തിൽ കൂടെ നീന്തിയിട്ടാണ്, അതായത് ചവിട്ടി അങ്ങനെ ചളി കൂടെ ചവിട്ടിയിട്ട് പോകുന്നത്. നമുക്കത് പറ്റില്ല. അത്രയും ദൂരം അങ്ങനെ പോയിട്ട് വരാൻ ഏട്ടന് സമ്മതിക്കില്ല. റിസ്ക് ആണ്. എന്നുവെച്ചാൽ റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ ചളി കൂടെ ചവിട്ടി അത്രയും ദൂരം പോകണം. അപ്പോൾ പിന്നെ കുറച്ചൊന്ന് വെള്ളം വലിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞ് ഞങ്ങളും വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് പോകാൻ പറ്റട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങളുടെ നാട്ടിലെ മലരിക്കൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ റീൽസ് എടുക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും താങ്ക്